അപ്പോൾ ഗായ്സ് പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ഇന്ന് 3 തെങ്ങ് നടാൻ പോകണം കേട്ടോ. ഇവിടെ ഇത് ഗംഗാബോണ്ടം തെങ്ങാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം, ഇതും. ഗംഗാബോണ്ടം തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ. ഇത് രണ്ടും ഇതാണ് ഗംഗാബോണ്ടം. ഇത് രണ്ടെണ്ണം. ഇത് വേറെയാണ് കേട്ടോ. 3 വർഷം എടുക്കും ഇത് കായ്ക്കാനായിട്ട്. എന്താ QD അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ 3 തെങ്ങ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ഈ തെങ്ങ് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുണ്ട്. ഒരെണ്ണം ജിജിക്കുണ്ട്, ഒരെണ്ണം ആൻസനുണ്ട്, ഒരെണ്ണം എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങളിത് എവിടെയൊക്കെ നടന്നതാണ്. നമ്മുടെ ഈ സൈഡിൽ തന്നെ കേട്ടോ. ഇത് ചെറുതിലെ കായ്ക്കാൻ കണ്ടോ. ഇവിടെ ഈ നിൽക്കുന്ന തെങ്ങ് കണ്ടോ. ഈ തെങ്ങ് ഏറെക്കുറെ അതുപോലെ ചെറുതിലെ ഈ ഒരു പൊക്കമായപ്പോൾ തൊട്ടത് കായ്ക്കാൻ തുടങ്ങിയതാണ്. അതുപോലെ കായ്ക്കുന്ന ചെറിയ തെങ്ങാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതൊക്കെ മണ്ണ് തന്നെയാണ് കേട്ടോ. നമ്മൾ എടുത്തിട്ട മണ്ണാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത്രയും കുഴി എടുക്കുന്നുള്ളൂ ഇതിന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ഗംഗാബോണ്ടം തെങ്ങാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗായ്സ് ഈ തെങ്ങ് വെക്കുന്ന ആൻസാണ് കേട്ടോ. ഇവിടെ അവൻ്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ചെറുതൊക്കെ എടുക്കാതിരിക്കാനായിട്ട് നമ്മളിതിന് എന്താണ് പറയുന്നത്, ഈ തെല്ലുപൊടി ഒരെണ്ണം നമ്മളിവിടെ വെക്കണം കേട്ടോ. ഇതിൻ്റെ മേളിലെ അവിടെ പിന്നെ അങ്ങേ അറ്റത്തോർണം വെക്കും. ഇവിടെ രണ്ടിടത്ത് ഗംഗാബോണ്ട വെക്കുന്നത് കേട്ടോ. ചെറിയ തെങ്ങ്. ഇതിപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നപ്പോൾ ഞാൻ കണ്ടതാണ്. തെങ്ങ് വലുതായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 1 അടി 2 അടി അകലത്തിലൊക്കെ അവരോട് തെങ്ങ് വെക്കും കേട്ടോ. നമ്മളെ ഇവിടെ അങ്ങനെ വെക്കാറില്ല. അകലമായിട്ടാണ്. ഒരു തെങ്ങിൻ്റെ കൈ മറ്റൊരു തെങ്ങിൻ്റെ കൈയായിട്ട് മുട്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് തെങ്ങ് വെക്കുന്നത് അത്ര നല്ല തെങ്ങൊന്നുമല്ല, കായ്ക്കുന്നുമല്ല, പോയ തെങ്ങാണ്. പക്ഷെ അതിനോട് ചേർത്ത് തന്നെ ഞാനിപ്പോൾ ഒരു ഗംഗാബോണ്ട അങ്ങനെ നടുകയാണ് കേട്ടോ. ഇങ്ങോട്ട് മാറ്റി നടന്നു. ഇനി വേറെ ഇറങ്ങി പോകാൻ പാടില്ല. ഒഴിഞ്ഞു പോയില്ല. ഓടാൻ പാടില്ല ഈ പണിക്ക്. അപ്പോൾ ഗായ്സ് ഇതുണ്ട്. ഈ തെങ്ങ് നമ്മളിതുപോലെ വെച്ച തെങ്ങാണ് കേട്ടോ. കൃത്യമായിട്ട് അതിൻ്റെ ഹോമിയോ മരുന്നും SPC വളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം അതുപോലെ കായ്ച്ചതാണ്. ആദ്യം എല്ലാം മണി അടിച്ചത് ഇവിടെ വേപ്പും പിണ്ണാക്കാണ്. ഇത് കീടങ്ങൾ വരാതിരിക്കാനും ചതലെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളിടുന്നത്. അല്ലെങ്കിൽ ഈ കീടങ്ങൾ വന്ന് ചെറിയ തെങ്ങിട്ട് കുത്തും. അപ്പം മിക്ക ദിവസവും നമ്മൾ നോക്കണം, ഒന്ന് സെറ്റാകുന്നിടം വരെ. ആ തെങ്ങ് എടുത്തു. അത് വേപ്പിൻ്റെ കാര്യം തന്നെ പോരെ. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റ് വേപ്പ് പിണ്ണാക്ക് വിട്ടു. പരിപാടി കഴിഞ്ഞില്ല. 3 തെങ്ങ് നമ്മൾ മഴയൊക്കെ പെയ്യാണ്. എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയമാണ്. അപ്പം നല്ല വളം SPCയുടെ വളമാണ് നല്ലതാണ് കേട്ടോ. നന്നായിട്ട് കായ്ക്കുന്നതാണ്. തെങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ എന്തായാലും ആ വളമൊക്കെ മേടിച്ച് ഉപയോഗിക്കുക. നല്ല നല്ല ഐറ്റം കൂവയാണ് കേട്ടോ. നമ്മൾ ഈ കൂവ നടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ ചെതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട് വെക്കുന്നതാണ് കേട്ടോ കൂവ. അപ്പം എല്ലാവരും തെങ്ങ് നട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കൂടെ ഒരു കൂവയും കൂടെ വെക്കും. സംഭവം ഇത്രേ ഉള്ളൂ, ചെതലെടുക്കരുത് അതിന് വേണ്ടി കേട്ടോ. ഈ സാധനം പറമ്പിൽ കയറി കണ്ടമാനം കിളുക്കും. എന്നാലും ചെറിയൊരു കൂവ ആ കൂടെ നട്ട് വെച്ചാൽ ഇവനങ്ങ് കിളുത്ത് വരുമ്പോഴത്തേനും ഈ ചെതലൊന്നും കയറാതെ ഒരു സപ്പോർട്ടിനായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു കൂവ വെച്ചിട്ടുണ്ട്.
ഇനി മേളിൽ പോയി അതിനെ നോക്കി തൂമ്പെടുത്തില്ല, തൂമ്പെടുത്ത് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ പാത്രമെല്ലാം കുറച്ച് കൊണ്ട് ക്ലീൻ ചെയ്ത് വെച്ചു. തൂമ്പ ക്ലീനിങ് ആണ്. അതുകൊണ്ട് ഇതുണ്ടോ നമ്മുടെ റംബുട്ടാൻ ഇങ്ങനെ കായ്ച്ച് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പൊട്ടാൻ തുടങ്ങിയപ്പോൾ നമുക്കിവിടെ യെല്ലോ റംബുട്ടാനുണ്ട്, റെഡ് റംബുട്ടാനുണ്ട് കേട്ടോ. പൊട്ടി തുടങ്ങി. അത് യെല്ലോയാ. അങ്ങോട്ടേക്ക് ശരിയായില്ല. റെഡിന് നല്ല മധുരമാണ് കേട്ടോ, പക്ഷേ യെല്ലോ വെള്ളത്തിൽ യെല്ലോയ്ക്കൊരു പുളിയുണ്ട്. പാടം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ നിന്നാൽ വേണം കല്യാണം. മതി. കല്യാണം കഴിച്ചു കാണല്ലോ, ഇനി എങ്ങനെ കല്യാണം? അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് വ്യായാമം കൊടുക്കണം, കണ്ടെത്തി പണിയണം. കണ്ടമില്ലാത്തതുകൊണ്ട് നമ്മളൊരു കുഴി കുത്തും, വൈകുന്നേരം ആ കുഴി മൂടും, പിറ്റേ ദിവസം ആ കുഴി കുത്തും, പിന്നെയും കുഴി മൂടും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വ്യായാമം. എന്നിട്ടും വേർക്ക് തന്നെയാണല്ലോ ഇത്. ശരീരം വേർക്കാനും ശരീരം അനങ്ങാനും വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കങ്ങനെ പറമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാവിലെ ഒരു കുഴി കുഴിക്കുക, വൈകുന്നേരം കുഴി മൂടുക, പിന്നെയും കുഴിക്കുക, പിന്നെയും മൂടുക.